തക്കാളി കരിയാൻ വേണ്ടി ഇങ്ങനെ സ്ലിപ്പ് ആവില്ല അതൊരിക്കലും. ആണ് എന്റെ രസം. DAP അത് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, ഡയമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഇത് നമുക്ക് നമുക്കിത് ഒരു പച്ചപ്പും ഹരിതാപമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നല്ല. ഇതിപ്പോൾ ഏതെങ്കിലും വീഡിയോന്റെ കൂടെ ആയിരിക്കാം ചിലപ്പോൾ ഇടുന്നത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും ഇൻട്രോട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. അറിയാലോ, കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ സൂര്യ ചേച്ചി കുറച്ച് തിരക്കിലാണ്. അതുകൊണ്ടാണ് ഇത് നമ്മളുടെ സെർക്കുട്ടിനെ അപ്പതാ ഇത് വന്നിട്ട് അവർക്ക് എക്സാം, ഇനി ഒരു എക്സാമും കൂടി ഉണ്ട്. അതോടെ അവളുടെ എക്സാം എല്ലാം കഴിഞ്ഞിട്ടോ സാറേടെ. ഇവയ്ക്കും ഒരു എക്സാം അല്ലേ, പക്ഷെ ഇവ 10th ആയതുകൊണ്ട് കാര്യമായിട്ട് അവധിയൊന്നും ഇല്ല. 2 weeks എന്തോ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് നമ്മളുടെ വീനസ് കുട്ടനെ നമുക്കൊന്ന് വാട്ടറിങ് ചെയ്താലോ? നമുക്ക് വെള്ളമൊക്കെ കൊടുക്കാം. ഇന്ന് രാവിലെ ഞാൻ കൊടുത്തില്ലായിരുന്നു, അപ്പൊ നമുക്ക് വെള്ളം കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുള്ളൂ കേട്ടോ. സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചിട്ടില്ല. വലിയ സ്പ്രേ ബോട്ടിൽ കിട്ടി, ചെറുത് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിക്കും. ചെറിയൊരു ഇഷ്ടമൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെടികളോടൊക്കെ. ഇൻഡോർ പ്ലാന്റ്സിനോട് കുഞ്ഞൊരു ഇഷ്ടം വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്ലാന്റ്സ് ഒക്കെ വെക്കാം. അപ്പൊ നമ്മളുടെ എന്താ പറയാ, ഹാരിയും വീനസും ഒരുമിച്ചിരുന്നോട്ടെ അല്ലേ? എൻ്റെ 2 കൂട്ടുകാരാണ്. ഇവരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല. അപ്പൊ എൻ്റെ 2 ഫ്രണ്ട്സാണ് ഹാരിയും വീനസും. ഇന്നും സ്കൂളിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൊച്ചിന്. ആരാ തള്ളിയിട്ടത് പറഞ്ഞേ? ഈശ്വര ഇങ്ങനെ കാണിച്ചത് ദൈവം വേറെ ഉദ്ദേശം കാണിക്കല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് നോട്ടഡ്, വാണ്ടഡ്, നോട്ടഡ് അല്ല വാണ്ടഡ്. സെറാൻ PA സർ. എന്താ ഇത് വെച്ചിട്ട് ആർക്കൊന്നും സെൻഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ സാർ. സേവ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ. നല്ല ഡാഡിയുടെ അടുത്ത് നല്ല വഴക്ക് കിട്ടാറുണ്ട് സാറേ കേട്ടോ. പക്ഷെ ഡാഡി പോയി കഴിയുമ്പോൾ സാം മുകളിലാണ്. അപ്പൊ സാം പോയി കഴിയാൻ പുള്ളിക്കാരുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാതിരി പണികളൊക്കെ കാണിക്കുക എന്നുള്ളതാണ്. സാം അവിടെ എന്തോ ഫിലിം ഡൗൺലോഡ് ചെയ്യുവാണോ എന്തോ പറഞ്ഞിട്ട് മുകളിലാണ്. നമുക്ക് ചെന്ന് നോക്കാം. അപ്പൊ ഞാൻ പറയാമെന്ന മാറ്റർ വേറെ ഒന്നല്ല. കണ്ടോ, ഹൽവ, ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഹൽവ. ഞാൻ ഉണ്ടാക്കിയ ഹൽവയല്ല, ആരെന്റെ കടയിൽ നിന്ന് വാങ്ങിച്ച ഹൽവയാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കുറച്ചൊരു 1/2 kg അടുക്കുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഞം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിഴുങ്ങി തീർത്തു ഇത്. അപ്പൊ ഇവര് പറയുമായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങുന്നത് കാണാം, ഒന്നും ഇവിടെ ഇരിക്കുന്നത് കാണാറില്ലെന്ന്. ആവശ്യമുണ്ടെങ്കിൽ കഴിക്കണം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്നവർ കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് അപ്പൊ 2 എണ്ണമുള്ളൂ. അപ്പൊ ഞാൻ കരുതി വേറെ ഹൽവ ഉണ്ടായിരുന്നു. ഇത് മറ്റേ കറുത്ത ഹൽവ. പക്ഷെ സാമിന് ഇങ്ങനത്തെ ഹൽവയാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ വലിഞ്ഞിരിക്കൂല ഇങ്ങനെ. ആ ഹൽവ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് കൊണ്ടുവന്നിട്ട് മോളിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് സാമിനെ കാണാം. അതിന് ശേഷം എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. പണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിലത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അത് ഞാൻ കുക്കിംഗ് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല, വേറെ ഒന്നുമില്ല. എന്താണ്, തക്കാളി റൈസും പിന്നെ ചിക്കൻ കറിയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. എൻ്റെ തക്കാളി റൈസ് ഞാൻ കാണിച്ച് മടുത്തിട്ടുണ്ട്. സിമ്പിൾ. നമ്മൾ ഒരിക്കലും ഹെവി ആയിട്ടുള്ള, അതായത് ലെങ്തി ആയിട്ടുള്ള കുക്കിംഗ് പ്രോസസ്സിലേക്കൊന്നും ഞാൻ കിടക്കാറില്ല. ചെയ്യുക, ഇറങ്ങുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് തക്കാളി റൈസ് ചിക്കൻ കറി എന്നിട്ട് ഉണ്ടാക്കാം. അതിന് മുന്നിൽ ചായ കഴിക്കണം. കാരണം ഇന്ന് എൻ്റെ ചില കാര്യങ്ങൾ അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല. ഹൽവ കഴിച്ചതാണ് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഒന്നും അങ്ങോട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലോട്ട് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ചായ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഡിന്നർ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മളുടെ ഇവിടുത്തെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ നമ്മുടെ ആളിന് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഹൽവ ഒന്ന് കൊടുക്കാം. ഹലോ ചേട്ടാ, ഹൽവ പിടിയെടുക്കുക. നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല എന്നല്ലേ പരാതി? നമ്മുടെ ഈ ബെഡ്റൂമില് ഞാൻ കുട്ടം കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ വോയിസ് കേൾക്കുന്നുണ്ടോ? അതുണ്ടാവും, ക്ലാരിറ്റി ഉണ്ടോന്ന് എനിക്കറിയില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, ഫാൻ ഇട്ടിരിക്കുന്നുണ്ട്. ഞാൻ തല കുളിച്ചിട്ടില്ല. ഞാൻ തല കുളിച്ചിട്ട് 2 ദിവസമായി തോന്നുന്നു. തല കുളിച്ചിട്ടില്ലേ മനുഷ്യ? ആണോ?
കോമഡി ക്രിഞ്ച്. തിരിച്ചു പറയുന്നില്ല. ഇല്ല, ഞാൻ അങ്ങനെ പൊതുവെ ഹസ്ബൻഡിനെ അങ്ങനെ ഒന്നും പറയാറില്ല. ഞാൻ ഇടി കൊടുക്കാറുള്ളൂ മനുഷ്യട്ടല്ലേ. ഏത് മൂവിയാ ഡൗൺലോഡ് ചെയ്യണേ? ആ മറ്റേത് ഒരു ആ ഉണ്ണിമുകുന്ദന്റെ ബേബി ബേബി. ഓക്കെ. ഈ പുള്ളിക്കാരന്റെ തല ഒന്ന് കഴിഞ്ഞ ദിവസം പൊട്ടിയായിരുന്നു കേട്ടോ. ഇതാ കാണാം, ഇതല്ലേ പോയി എല്ലാനും ഇവിടെ. അതിന്റെ ചെറിയ ഇതുണ്ടെന്ന് തോന്നുന്നു, പാടുണ്ട് ചെറുതായിട്ട്, കാര്യമായിട്ടല്ലാതെ നമ്മൾ എല്ലാവർക്കും വരുന്നത് തന്നെ. ബാത്റൂമിൽ ഇങ്ങനെ പുള്ളിക്കാരൻ എന്തോ ടാപ്പിലല്ലേ, ടാപ്പിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കുമ്പിട്ടിട്ട് ഇങ്ങനെ തല പൊക്കിയപ്പോ അവിടെ കൊണ്ടു പൊട്ടി. വലിയ കാര്യമൊന്നും നല്ലത് തന്നെ ചോദിച്ചോണ്ടിരിക്കുക 2-3 ദിവസമായിട്ട്. ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ബുദ്ധിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കരയും. അപ്പൊ അത് പോട്ടെ, ഞാൻ ഈ തല ഇത് ചെയ്ത് തരാം അല്ലേ. ഇതിനൊരു സംഭവം കാണിച്ചിട്ടെ. പെർഫ്യൂം കളക്ഷൻസ് കണ്ടേ, ഇതാണ്. കുളിക്കില്ല എന്നുള്ള കമന്റ്സിനൊക്കെ ഞാൻ റദ്ദാക്കിയിരിക്കുന്നു. ഇത് വേറെ ഒന്നല്ല കേട്ടോ, നമ്മളിത് യൂസ് ചെയ്യുന്നത് ഇതില് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ചിലതിനൊക്കെ നമ്മളെ ബോട്ടിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ബോട്ടിലിന്റെ ആ ഒരു മാനിന്റെ ബോട്ടിൽ. നിങ്ങൾ വരുന്നില്ല പെർഫ്യൂമിനെ പറ്റി പറയാൻ? നിങ്ങൾ എന്താ ചിരിക്കാത്തത്? നിങ്ങൾക്ക് ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു. ആണല്ലോ ഒക്കെ പറയും. ഇനിയിപ്പൊ അത് ട്രോളും. പുള്ളിക്കാരൻ ചിരിക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ആള് ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ആള് ചിരിക്കാന്നല്ല, ആള് നല്ല രീതിയിൽ കോമഡി പറയും. പുള്ളിക്കാരന്റെ കോമഡി കൊണ്ട് നമുക്ക് എന്താ പറയാ, ഒരു പുസ്തകം എഴുതാന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഞങ്ങൾ അവലോകനം ചെയ്തായിരുന്നു. അവലോകനം തന്നെയല്ലേ പറയുന്നത്. അതിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചമ്മു പറയുന്നില്ല, പിന്നെ പറയാം കേട്ടോ. കാരണം ആള് നല്ല രീതിയിൽ കോമഡി പറയണം, നല്ല രീതിയിൽ കോമഡി ആസ്വദിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇടയ്ക്ക് ചിരിക്കത്തുള്ളൂ. പക്ഷെ ചിരിക്കൂ. ഓക്കെ, അങ്ങനെ കഷ്ടപ്പെട്ട് ചിരിക്കേണ്ട. ഞങ്ങളുടെ ചാനലിൽ അങ്ങനെ ജാടയുള്ളവരൊന്നും വേണ്ട അല്ലേ. പോ, നിരോധിച്ചിരിക്കുന്നു യുവർ എൻട്രി. ഓക്കെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെർഫ്യൂം കാണിച്ചു തരാം. ഇത് വന്നിട്ട് നമ്മളുടെ ഇത് വന്നിട്ടുണ്ടല്ലോ, അടാറ് ക്യാൻഡി സ്മെല്ലാണ് കേട്ടോ. ഇതിന്റെ പേര് വന്നിട്ട് ഒരു മെയ്ഡ് ഇൻ കുവൈറ്റ് ആണ്. നമ്മൾ ദോഹയിൽ തന്നെ വാങ്ങിച്ചതാണ്. ഒരു 3 വർഷമായി വാങ്ങിച്ചിട്ട്. 5 എണ്ണം ഞങ്ങൾ അന്ന് വാങ്ങിച്ചായിരുന്നു, അവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ലാസ്റ്റ് ചെയ്യണ സ്മെല്ല് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാലും ഡ്രസ്സിൽ നിന്ന് പോകത്തില്ല, അങ്ങനത്തെ സ്മെല്ലാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ എന്താ പറയണ, നമ്മൾ ഈ സ്മെല്ല് ഈ നമ്മൾ പെർഫ്യൂം ബോഡിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ബോഡി അല്ല ഡ്രസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അയാളുടെ പുറകെ പോകാൻ തോന്നും. അങ്ങനത്തെ ഒരു സ്മെല്ല്, നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ഇത് അടിച്ചു തരുമ്പോൾ പൊതുവെ ഇങ്ങനെ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് അടിക്കും കേട്ടോ ബോഡിയിൽ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അടിക്കുള്ളൂ, പിള്ളേർക്ക് അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമായിരുന്നേ. ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഒച്ച വെക്കും. അപ്പൊ പെർഫ്യൂം അടിക്കുവാണെന്ന് തോന്നും, പക്ഷെ പെർഫ്യൂമിൽ നിന്നൊന്നും വരുന്നില്ല, ഇങ്ങനെ വായന്ന് വരുന്ന കാറ്റാണ്. പിന്നെ നമ്മുടെ ഇവക്കുട്ടി അത് വളരെ എന്താ പറയാ ബുദ്ധിപരമായി അത് കണ്ടുപിടിച്ചു. ആളുടെ വെറും ഒരു നാട്യമാണെന്ന്. പിന്നെ ഞങ്ങൾ തന്നെ അടിക്കാറുള്ളൂ. പിന്നെ ഇതങ്ങനെ എപ്പോഴും അടിക്കാറില്ല. ഇതിൽ 5 എണ്ണം ഉണ്ടായിരുന്നു, 4 എണ്ണം 2 എണ്ണം ഞങ്ങളുടെ ഫാമിലിയിൽ കൊടുത്തു, ബാക്കി 2 എണ്ണം ഞങ്ങൾ യൂസ് ചെയ്ത് തീർത്തു. ഇനിയിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് ഇടയ്ക്കൊക്കെ അടിക്കാം. പിന്നെ വന്നിട്ട് ഇതൊന്നും എക്സ്പെൻസീവ് അല്ല കേട്ടോ, ഇതൊക്കെ ലോക്കലാ. അതായത് അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്ന ലോക്കൽസ്. ഇത് വന്നിട്ടും വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ബോട്ടിൽ കാണും, പക്ഷെ ബോട്ടിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബൾബ് പോലെ ഉണ്ടല്ലേ, ബൾബ് മഞ്ഞ പച്ച നീല എല്ലാ ബൾബും അല്ലേ, കൊള്ളാലോ. അപ്പൊ അതും പിന്നെ വന്നിട്ട് ഇതും കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമ്മുടെ റെഡിന്റെ അത്ര എക്സ്പെൻസീവ് അല്ല, നേരത്തെ കാണിച്ചതിന്റെ അത്ര എക്സ്പെൻസീവ് അല്ല. അതാണ് ഞങ്ങൾക്കുള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ്. ഒരു ഞാൻ പറഞ്ഞില്ല ഒരു 5K ആ ഒരു റേഞ്ച് ഒക്കെ. ഇതൊന്നും അത്ര എക്സ്പെൻസീവ് അല്ല, എന്നാലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് വിലയുണ്ട്. പിന്നെ ഈ ഒരു 4 എണ്ണം ഇതും നല്ലതായിട്ട് ക്യാൻഡി സ്മെല്ലാണ് കേട്ടോ. മിഠായിയുടെ സ്മെല്ല് പോലെ തോന്നും. മിഠായി പിന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെയൊക്കെ സ്മെല്ലാണ് കേട്ടോ, നല്ല സ്മെല്ലാണ്. പിന്നെ വന്നിട്ട് അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ഇതങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യത്തൊന്നുമില്ല കേട്ടോ. ഞാൻ അടിച്ചിട്ടുണ്ട്, എനിക്ക് അത്ര വലിയ ലാസ്റ്റ് ചെയ്യണ പോലെ തോന്നിയൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ആ ഒരു ബോട്ടിലുണ്ടോ നല്ല ഭംഗിയില്ലേ, മാനിന്റെ തല. അപ്പൊ അത് കണ്ടിട്ട് പെർഫ്യൂം തീർന്നാലും നമുക്ക് ബോട്ടിൽ കളയണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് അധികം വാങ്ങിച്ചിട്ടുണ്ട്. അധികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിൽ എന്തോ 5 എണ്ണോ അല്ലേ, ഒരു ബോക്സിൽ എന്തോ 5 എണ്ണം ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ 2 ബോക്സ് വാങ്ങിച്ചു. അപ്പൊ ഇങ്ങനെയായി. പിന്നെ വിക്ടോറിയ, ഇതും കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഏഞ്ചൽ വിക്ടോറിയ, ഇതിൻ്റെയും കുറേ നിൽക്കും. വിക്ടോറിയ സീക്രട്ട് അല്ല, വേറൊരെണ്ണം വിക്ടോറിയ. ഇതും കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മളിത് എവിടെ നിന്നായിരുന്നു സ്റ്റാമ്പ് ഇത് വാങ്ങിച്ചത്? ഖത്തറിൽ തന്നെയാണ് അല്ലേ, ഖത്തറിൽ നിന്നാണ് എനിക്കൊന്നും കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ.
അപ്പം അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അയ്യോ ഇതിൻ്റെ നമ്മുടെ സാമിന് അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, OCD ഇല്ല. പക്ഷെ ഇമാതിരി കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ സ്ഥാനം തെറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണേ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് താഴ്ത്ത് പോയിട്ട് പരിപാടിയിലോട്ട് കിടക്കാട്ടോ. സത്യം പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയുണ്ട്. പുറത്തുനിന്ന് വാങ്ങിച്ചു തരോ ഫുഡ്? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് താഴ്ത്ത് തന്നെ ഉണ്ടാക്കാം. പോട്ടെ, അപ്പം ശരി, ബൈ. നമുക്ക് താഴ്ത്ത് നിന്ന് കാണാം. അങ്ങനെ നമ്മുടെ കലാപരിപാടികൾ അരങ്ങേറുകയായി മക്കളെ. കുറേ നാളായില്ലേ നമ്മളൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട്. മറ്റൊന്നും കൊണ്ടിട്ടല്ല കേട്ടോ, നല്ല നല്ല തിരക്കായിപ്പോയി. ഈ തിരക്കെന്ന് പറയുമ്പോൾ ഒന്നും കരുതരുത്, അറിയാൻ പറ്റുമല്ലോ. ഇപ്പം സാം ആണെങ്കിൽ പോയി, ലീവ് കഴിഞ്ഞു പോയി. പിന്നെ അതേപോലെ തന്നെ കുട്ടികളുടെ എക്സാം എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് ചെറിയൊരു ഇസരയ്ക്ക് ലോങ് സമ്മർ വെക്കേഷൻ ഡേയ്സ് ഉണ്ട്, ഇവയ്ക്ക് വന്നിട്ട് ചെറിയൊരു വെക്കേഷനുണ്ട്. പിന്നെ വന്നിട്ട് ഇതേ അപ്പം നമ്മളിത് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനും പോലും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ 2 വീഡിയോ ഉണ്ട്, അതും കൂടി എഡിറ്റ് ചെയ്തിട്ടിട്ട് മാത്രമേ നമ്മൾ പുതിയതിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ അതെ, ഞാൻ മുകളിലിരിക്കുന്ന ആളുകളൊക്കെ ഞാൻ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചുമ്മാ എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് സജഷൻസ് പറഞ്ഞപ്പം എന്തോ ആ സമയത്ത് എനിക്കെന്തോ മൂഡ് മാറിയിരിക്കുമായിരുന്നു. പിന്നെ മാത്രമല്ല എനിക്കാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം അല്ലെങ്കിൽ മാറ്റാം എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം കിച്ചണിൽ നമ്മളുടെ രീതിയിലാണ് നമ്മൾ ഐറ്റംസ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് അങ്ങോട്ടും എടുത്ത് മാറ്റാമെന്ന് പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാട്ടോ നമ്മുടെ സാമിനും. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ്റെ കീപ്പ് ചെയ്ത ഐറ്റംസ്, ഈവൻ ഡ്രസ്സാണെങ്കിൽ പോലും നമ്മളിങ്ങനെ മാറ്റി വല്ലയിടത്തും വെക്കുവാണെങ്കിൽ ആൾക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ സജഷൻസ് പറഞ്ഞപ്പം ഞാൻ റിജക്റ്റ് ചെയ്ത് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞൊക്കെ അവിടെ നിൽക്കുവാണ്. പക്ഷേ മാക്സിമം എന്നെ ദേഷ്യപ്പെടുത്താൻ നോക്കില്ല. ഈ സമയത്ത് കുക്ക് ചെയ്യുവാണല്ലോ, അപ്പോൾ പിന്നെ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിയാവില്ലെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് അപ്പനും മക്കളും മാക്സിമം എന്നെ കൂളാക്കി ഇരുത്തത്തുള്ളൂ. എങ്ങനെയുണ്ട് ഈ സുന്ദരിക്കുട്ടി? നല്ല ഭംഗിയില്ലേ ഈ ഫോട്ടോ ഫ്രെയിം കാണാൻ? ഇത് കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് പണ്ടത്തെ ഈ പറഞ്ഞതുപോലെ തറവാട്ടിലെയാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോഴാണ് വെക്കാൻ പറ്റിയത്, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല രസമല്ലേ? നല്ല നമുക്ക് വീടിനൊരു ജീവൻ വെക്കുമല്ലോ ഫോട്ടോസൊക്കെ വെക്കുമ്പം. അങ്ങനെ എന്താ പറയുക, വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള നമ്മളുടെ ചിക്കൻ കറി കേട്ടോ. ഇതിലെല്ലാം ചിക്കൻ ബീഫ് അല്ല, സാധാരണ ചിക്കൻ കറി, ചിക്കൻ സുരിയോ. അതായത് നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ തക്കാളിയും ഇടുമല്ലോ. പിന്നെ നമ്മുടെ ഇഞ്ചിയൊക്കെ ഒറിജിനൽ, അതായത് നാച്ചുറൽ ആയിട്ടുള്ളത്, അതായത് വളരെ റോ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ആണല്ലോ. എനിക്കെന്തോ ചില ദിവസം വല്ലാത്ത ഒരു എനർജി തോന്നും. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. കാരണം വേറെ ഒന്നും പുറത്തൊന്നും പോയില്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കാൻ കൊതിയാവുന്നു. എത്ര ദിവസം എന്ന് അറിയുന്ന ഒന്ന് വീട്ടിൽ തന്നെ ഇരുന്നിട്ട്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാനെന്ത് കരുതി, ചിക്കൻ നമുക്ക് ഇങ്ങനെ ആക്കാമെന്ന് കരുതി പെട്ടെന്ന്. പിന്നെ ഞാൻ നമ്മുടെ പച്ചമുളക് നമുക്ക് നമ്മളുടെ ഗാർഡനിൽ നിന്ന് പറയാം കേട്ടോ. ആ ലെവലൊക്കെ എത്തിയല്ലേ ഞാൻ. പച്ചമുളക് നമുക്ക് ഗാർഡനിലൊക്കെ പറിച്ചിട്ട് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് വരാവേ. അപ്പൊ നമ്മുടെ റൈസ് തിളച്ച് വരുന്നുണ്ട്. അപ്പനും മോളും ഇങ്ങനെ സുഖിച്ചിരുന്നിട്ട് ഗെയിം കളിക്കുകയോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അതെ, നമ്മളുടെ ഈ മുളകും കാര്യങ്ങളൊക്കെ ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ, ഈ ചെടി വാങ്ങിയപ്പോൾ ഉണ്ടായതാണ്. ഞാൻ പുതിയ മുളക് കിളിർക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം നിങ്ങളോട് കേട്ടോ. അല്ല, നോക്കിയിട്ട് ഞാൻ പറയാം. പുതിയ മുളക് കിളിർക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. കിളിർക്കട്ടെ അല്ലേ? കാരണം നമ്മുടെ സ്വന്തം ഒരു തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ കുറച്ചൊരു കുഞ്ഞൊരു ഗാർഡൻ ആണെങ്കിലും അതിൽ നിന്ന് തക്കാളിയും അതേപോലെ തന്നെ മുളകും അതേപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും അതൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ കൃഷി ചെയ്തതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷവും ഒരു സമാധാനവും, പിന്നെ അതിലുപരി നമുക്ക് വിഷം കഴിക്കുന്നില്ല എന്നുള്ളൊരു ധൈര്യവും ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് ഒരുപാട് മെനക്കെട്ട പണിയാണ്. എന്നിരുന്നാലും എനിക്കിഷ്ടം ആണിപ്പം. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ഗാർഡനോടൊക്കെ ഒരു ഇഷ്ടം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഗാർഡനിങ്ങിനോടൊക്കെ ഇഷ്ടം വന്ന് തുടങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾ ഗാർഡനൊക്കെ തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. നമുക്കറിയത്തില്ല, നടക്കുമായിരിക്കാം. നമ്മുടെ ചെറിയൊരു പരിമിതിക്കുള്ളിൽ, ഇപ്പം ഞങ്ങളുടെ സെൻറ്റ് സ്ഥലം കുറവാണല്ലോ, അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ വീട്ടാവശ്യത്തിന്, അല്ലാതൊന്നും നടക്കത്തൊന്നുമില്ല, വീട്ടാവശ്യത്തിന്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ചേരുവകളെല്ലാം ഞാൻ ആദ്യമേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. ബട്ടറിൽ ഉണ്ടാക്കാമെന്ന് തോന്നി, അതുകൊണ്ട് ബട്ടറിൽ ഉണ്ടാക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. ഈ ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വളരെയധികം എന്താ പറയുക ഈസിയും പിന്നെ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുക്കറിലാണല്ലോ. ഇപ്പം ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിന് ഇത് ട്രൈ ചെയ്യാം. എല്ലാവർക്കും അറിയാൻ പറ്റും. വേറെ ഒന്നുമില്ല, ഈ പറഞ്ഞതുപോലെ നമ്മുടെ സവാള, പച്ചമുളക്, ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ബട്ടറിലാണെങ്കിൽ ബട്ടർ, അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിലാണെങ്കിൽ കുക്കിംഗ് ഓയിൽ, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലാണെങ്കിൽ കോക്കനട്ട് ഓയിൽ.
ഓയിൽ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക, നന്നായിട്ടൊന്ന് വാട്ടുക. അങ്ങനെ അതിങ്ങനെ വാടി അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് വന്ന് കഴിയുമ്പോഴേക്കും നമ്മളതിൽ മസാലകൾ ഇടുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മസാല ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അത്യാവശ്യത്തിന് അധികം വെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. കാരണം ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം കുക്കറിലേക്ക് വരും. പിന്നെ എന്താ പറയുക, ഒത്തിരി വെള്ളമായി പോവും. അപ്പോൾ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഇച്ചിരി ഒരു കുഞ്ഞിത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല, ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാനൊരു മാഗി ക്യൂബ് ഇടുന്നുണ്ട്. ഞാൻ ചിക്കൻ മാഗി ക്യൂബ് അല്ല, വെജ് മാഗി ക്യൂബാണ് ഇടുന്നത്. മാഗി ക്യൂബ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യും. പിന്നെ റൈസ് ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നമ്മുടെ മസാലകളൊക്കെ ഇതാണ് കേട്ടോ. അതായത് നമ്മളുടെ മുളക് പൊടിയുണ്ട്, ചിക്കൻ മസാലയുണ്ട്, പിന്നെ ഗരം മസാല കുറച്ചുണ്ട്, പിന്നെ മല്ലിപ്പൊടിയുണ്ട്. ഗരം മസാല കുറച്ചിടുന്നുള്ളൂ. പിന്നെ ചിക്കൻ മസാല ഉള്ളത് കൊണ്ടിട്ടാണ് ഗരം മസാല അധികം ഇടാത്തത്. പിന്നെ മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ അധികം അങ്ങോട്ട് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇപ്പം ഇഷ്ടമല്ല. അതിപ്പോൾ സാമിനും കുറച്ച് ഇഷ്ടക്കുറവ് വന്നിട്ടുണ്ട്. ആസിഡിറ്റി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒത്തിരി നൈറ്റിലൊക്കെ അത്ര കഴിച്ചിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടിട്ടാണ് കുറച്ച് കൺട്രോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് അധികം മസാലകളുടെ ആവശ്യമില്ല. ഞാൻ പണ്ട് പെരിഞ്ജീരകവും കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു, ഇപ്പം അതൊന്നും ഇടാറില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് പെട്ടെന്നാവും. ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചാൽ മാത്രം മതി. ഒരു വിസിലിൽ കൂടുതൽ കേൾപ്പിക്കരുത്. സിമ്മിലൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ ഇടുക, ഒറ്റ വിസിൽ കേൾപ്പിക്കുക, ഓഫ് ചെയ്യുക. എന്നിട്ട് എല്ലാ പ്രഷറും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഏകദേശമല്ല, ഒരു 80% 85% വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് ആ ഒത്തിരി എന്താ പറയുക എക്സസ് ആയിട്ട് വന്ന വെള്ളം ഒന്ന് വറ്റിക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല കറി നല്ല കുറുകിയിരിക്കും കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു 10 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ റൈസും ചിക്കനും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഇതല്ലേ എളുപ്പമാർഗ്ഗം. അല്ലാതെ നമ്മൾ തവയിലൊക്കെ വെച്ച് വരുമ്പം ചിലപ്പം കഴിയത്തില്ല, ഒത്തിരി ലേറ്റായി പോവും. പിന്നെ കുക്കർ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പുണ്ടല്ലോ, ഇത് ഞാനൊരു ജസ്റ്റ് ഒരു ബിഗിനേഴ്സിനോട് പറയുക കേട്ടോ. കാരണം എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെയാണ്. പക്ഷേ എൻ്റെ ഇതുവരെയും കുക്കർ അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ പൊട്ടിത്തെറിക്കുമായിരുന്നേനെ പണ്ടൊക്കെ ഒരു അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് നമ്മൾ കുക്കറിൻ്റെ ആ ഒരു റിങ്, അതായത് ആ ഒരു റിങ് നന്നായിട്ട് കഴുകണം. പിന്നെ അതേപോലെ തന്നെ മറ്റേ ഇതില്ലേ, നമ്മൾ എന്താ പറയുന്നത്, വെയിറ്റ് വെക്കുന്ന ആ ഏരിയ നന്നായിട്ട് ഊതുക കേട്ടോ. നന്നായിട്ട് ഊതി കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും അവിടെ വല്ല ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളും. ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് നമ്മളത് ലിഡ് മൂടിയിട്ട് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കാതിരിക്കുക. ഒരു സേഫ്റ്റി ടൂൾ അത്രയേ ഉള്ളൂ കേട്ടോ. റൈസ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ പരിവമായതായിരുന്നു. പിന്നെ നമ്മൾ ഈ റൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈസൊക്കെ വേവിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം റൈസ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിടുമല്ലോ. നമ്മുടെ കൈമ റൈസാണിത്. 10 മിനിറ്റ് വെള്ളത്തിലിടുമല്ലോ. അതിനുശേഷം നമ്മൾ റൈസ് വേവിച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കുറച്ചധികം നേരം നമ്മൾ വെക്കണം. ഒരു ദിവസം ഫുള്ള് വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിലോട്ട് വെച്ചാലും കുഴപ്പമില്ല. പിറ്റേ ദിവസം എടുത്താൽ മതി. അപ്പം എനിക്ക് തോന്നുന്നു റൈസ് കറക്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റിലും ആ പരുവത്തിലും കിട്ടും. അതാണ് അങ്ങനെ ഒരു ചെറിയൊരു ഞാൻ വീഡിയോയിൽ എന്തോ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് നമ്മളിപ്പോൾ റൈസ് വേവിച്ചിപ്പോൾ ഞാൻ റൈസ് വേവിച്ചിട്ട് ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് 10 മിനിറ്റേ വെക്കത്തുള്ളൂ. നമ്മുടെ സമയത്തിൻ്റെ ഒരു ഇതനുസരിച്ചിരിക്കും. എന്നിരുന്നാലും അതാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ നല്ല നമ്മുടെ ചിക്കൻ റെഡിയായി. ടൊമാറ്റോ റൈസും കൂടെ നമുക്ക് കഴിച്ചാലോ. ഇപ്പം ഞാൻ ആണ് കൊടുക്കുന്നതല്ലേ. ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ചായ ഇതുവരെയും കുടിച്ചിട്ടില്ല. സമയം 10 മണിയായിട്ടോ. അപ്പോഴാണ് ഞാൻ ചായ കുടിക്കാൻ പോകുന്നത്. ഈവനിങ്ങിൽ കുടിച്ചൊരു ചായ, പക്ഷെ നേരത്തെ പറഞ്ഞത് ശരിയായിട്ടില്ല. അപ്പൊ ഞാൻ വിളമ്പാൻ പോവാട്ടോ. അപ്പം ഞാനൊന്ന് നമ്മളുടെ ചിക്കൻ ഒന്നും കൂടെ ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചു വെള്ളം. കാരണം കുക്കറിൽ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വരുമല്ലോ. പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കാം ഈ ചിക്കൻ കറി, സിമ്പിൾ. അപ്പൊ നമുക്ക് സെരക്കുട്ടിക്ക് കണ്ടില്ലേ, പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ റൈസ് മതി, പ്ലെയിൻ റൈസ് മതി എന്ന് പറഞ്ഞു. പ്ലെയിൻ റൈസും ചിക്കൻ കറിയും മതി എന്ന് പറഞ്ഞു. നിക്കിയുടെ 2 ചെവിയിലും ചിക്കൻ ഇട്ട് കൊടുക്കാനാ പറഞ്ഞത്. പുള്ളിക്കാരത്തിക്ക് എന്തോ പലപ്പോഴും പല മൂടാണ് കേട്ടോ. പുള്ളിക്കാരത്തി ഇവിടുത്തെ എന്താ പറയാ ഒരു എന്ത് പേഴ്സൺ എന്നാണ് പറയണത്, എന്ത് പേഴ്സൺ എന്നാ പറയണത്, സെറേന്ന് ഇവിടത്തെ പറഞ്ഞതുപോലെ VIP ആണ് കേട്ടോ. പുള്ളിക്കാരത്തേക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ് വേണ്ടത്. അപ്പൊ ഇന്നിപ്പോൾ ഇവര് സിനിമ ഉണ്ടാക്കിയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. നാളെ എക്സാം ഇല്ലാത്തതുകൊണ്ടിട്ട് നല്ല രസമല്ലേ, വൈകി എണീറ്റാൽ മതിയല്ലോ. അപ്പൊ എന്തായാലും വിളമ്പാം. കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. സെറക്കുട്ടിയുടെ റൈസ് റെഡിയാ കേട്ടോ. ഓക്കെ, നോക്കട്ടെ.
പിന്നെ നമ്മളത് എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പം ഇന്നിപ്പം എല്ലാവരും ഒരു മൂവി കണ്ടിട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവിയാണ്. മഞ്ഞുമൽ ബോയ്സ് ആണ് കാണാമെന്ന് വിചാരിച്ചത്. മഞ്ഞുമൽ ബോയ്സ് സെറൂന് കാണണമെന്ന് പറഞ്ഞു, ഇവയ്ക്കും കാണണമെന്ന് പറഞ്ഞു. തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല, കേട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. തിയേറ്റർ വിസിറ്റ് കുറവാണ് കേട്ടോ. എനിക്ക് തിയേറ്റർ ബുദ്ധിമുട്ടാണ്, എനിക്കിഷ്ടമല്ല, അത്ര വലിയ കാര്യമല്ല. പണ്ടൊക്കെ പോകുമായിരുന്നു, ഇപ്പോൾ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പിള്ളേർ അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് കണ്ടത്. നല്ല സിനിമയാണ്, കൊള്ളാം, അടിപൊളി, നല്ല രീതിയിൽ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. ചാക്കോച്ചൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളി, ആ കുട്ടികളുടെ പറയാൻ മേല. നമുക്ക് ഇനിയിപ്പോൾ ഒരു പരിപാടി ചെയ്യാം. ചെടികൾക്കൊക്കെ ഒന്ന് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലേറ്റായി, സമയം ഏകദേശം 1:30 മണിയായി വെളുപ്പിന്. എന്ത് പറയാനാ, സിനിമ കണ്ടതായിരുന്നു. സിനിമ ഏതായിരുന്നു? ഓഫീസർ ഓൺ ഡ്യൂട്ടി. കൊള്ളാട്ടോ, കണ്ടിരിക്കാം. ആ ഫ്ലോയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ചാക്കോച്ചൻ. ഗ്രേറ്റ്, കൊള്ളാം. അപ്പം നമുക്കിനി ഒരു പണി ചെയ്യാം, നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് കുട്ടപ്പനാക്കണ്ടേ. അപ്പം നമുക്ക് അറിയാൻ പറ്റും. എന്നാലും ഇവിടെ ഇത് NPK കേൾക്കുന്നുണ്ടോ, ഓഡിബിൾ ആണോന്നൊന്നും എനിക്കറിയില്ല. എന്താ? ഓക്കെ, NPK. അപ്പം NPK നമ്മളിപ്പം 1 ലിറ്ററാണ്. അപ്പം 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1/2 ടീസ്പൂൺ. പക്ഷെ നമുക്ക് 1 ലിറ്റർ പോരാ, കുറച്ചുകൂടി അധികം വേണം. അപ്പം നമ്മളൊരു 3/4 ടീസ്പൂൺ NPK എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് നമുക്ക് ഇവനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇതിന് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നന്നായിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചെടികളെയൊക്കെ നമ്മളൊക്കെ ബൂസ്റ്റ് കഴിക്കണ പോലെ അവർക്ക് നമുക്ക് ബൂസ്റ്റ് കൊടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അവർക്കൊരു വൈറ്റമിൻ ടാബ്ലറ്റും ഉണ്ട്. അതാണ്ട് DAP, അത് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, ഡൈഅമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഇത് നമുക്ക് ആ ഒരു മണ്ണിൻ്റെ മുകളിൽ ഒരു 3-4 എണ്ണം വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പം മന്ത്ലി ഒരു പ്രാവശ്യം ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അറിയാൻ പാടുള്ളവരുണ്ടാവും, പക്ഷേ എന്നെപ്പോലെ ഇതിൽ ശിശുക്കളായവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ഗാർഡനിങ്ങിലേക്ക് നമുക്ക് ചുവട് വെക്കാം അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ നമ്മുടെ NPK ഇട്ടിട്ട് ഒരു 1200 ലിറ്റർ വെള്ളം നിറച്ചിട്ട് കുലുക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുലുക്കിയിട്ട് വരാം. കട്ട് ചെയ്തു കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ട് ശരിക്കും അത് പ്രോപ്പറായിട്ട് മിക്സിങ് നടക്കില്ല, താഴത്തത് സെഡിമെൻ്റ് ആവും, ഡിസോൾവ് ആവില്ല. കേട്ടോ, ഇതൊക്കെ ഇഷ്ടമുള്ള പണിയാണ് ഈ പരിപാടിയൊക്കെ. മിക്സ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. നമുക്ക് കുറച്ച് ഗാർഡനിലോട്ടൊക്കെ കിടക്കാം, പ്രായമൊക്കെ ആയി വരുമല്ലോ അല്ലേ. ഇതൊക്കെയല്ലേ സന്തോഷമുള്ളൂ. Mr. Assistant, fill the bottle. ഞാൻ കംപ്ലീറ്റ് നിറയ്ക്കേണ്ടെന്ന് പറഞ്ഞതേ, നമ്മൾ അതിനുള്ളതല്ലേ നമ്മൾ ആ ഒരു NPK ഇട്ടിട്ടുള്ളൂ. അതാണ് ഞാൻ ഫുള്ള് നനയ്ക്കും. കാരണം അത് ഏകദേശം അതൊരു 1500 ഉണ്ട്. ഇപ്പം ഏകദേശം ഒരു 1200ൻ്റെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ പൊടി. അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് നിറയ്ക്കേണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ആരാ അപ്പം സ്പ്രേ ചെയ്യാൻ പോകുന്നത്? നമുക്കപ്പം ഇനി സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെയ്യണം അല്ലേ? പറഞ്ഞോളൂ, പോസ് ചെയ്തു.
എന്നിട്ട് മതിയില്ലേ വീഡിയോ കട്ട് ചെയ്ത് വീഡിയോ ഇട്ടു. രാവിലെ എണീറ്റപ്പം അത്ര നല്ല സന്തോഷമായിരുന്നില്ല. വളരെ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഈ പറഞ്ഞതുപോലെ കുടിവെള്ളം നമ്മൾ ടാങ്കറിൽ ഇറക്കേണ്ട ഒരവസ്ഥ വന്നു. റോഡിൽ, അതായത് നമ്മളുടെ മെയിൻ റോഡിൽ പണി നടക്കുന്നതുകൊണ്ട് എന്തോ പൈപ്പ് എന്തോ പൊട്ടി. അപ്പം നമുക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പിടിച്ചിട്ടിരിക്കുന്ന വെള്ളം, സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ ബാത്റൂമിൻ്റെ ഫ്ലഷ് തുറന്ന് കിടന്നിരുന്നു. അതായത് ഫ്ലഷ് അടിച്ചു കഴിഞ്ഞിട്ട് സെറുവോ ഇവയോ ആരോന്നറിയില്ല, ഇവ ആവാൻ ചാൻസ് ഇല്ല, സെറുവോ ആവാനേ ചാൻസ് ഉള്ളൂ. ഇവ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ അത് പോയിക്കൊണ്ടിരുന്നു അപ്പുറത്തേക്ക് കൂടി. അതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത്. കാരണം സാധാരണ നമുക്കങ്ങനെ വെള്ളം ഇല്ലെങ്കിൽ 2 ദിവസമൊക്കെ നമുക്ക് ഒരു പ്രശ്നം, 2-3 ദിവസം കുഴപ്പമുണ്ടാവില്ല. എന്താ പറ്റിയെന്ന് നോക്കിയപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഒന്നും പറയാനില്ലല്ലോ, നമ്മൾ പിള്ളേരെ വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നേരെ ടാങ്കറിൽ നമ്മൾ വെള്ളം അടിക്കാനുണ്ടായത്. പിന്നെ കണ്ടില്ല, ഇതാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വെള്ളം ഇല്ലെങ്കിൽ ഞാനൊക്കെ എണീറ്റ് അപ്പം തന്നെയാണ്, ഭാഗ്യത്തിന് കുറച്ച് നമ്മളുടെ ഈ ഇതിലുണ്ടായിരുന്നത്, അതായത് ബക്കറ്റിൽ, ബാത്റൂമിൻ്റെ ബക്കറ്റിലൊക്കെ ഉണ്ടായത് വെച്ചിട്ട് മുഖമൊക്കെ കഴുകി അത്യാവശ്യം ചെറിയ റുട്ടീൻ പോലെയൊക്കെ ചെയ്തു, അത്രയേ ഉള്ളൂ. പക്ഷേ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ടാങ്കറിൽ നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ അവരൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ എത്തി. പിന്നെ കുഴപ്പമില്ല, ആ ഒരു കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അതും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് നമ്മൾ പണ്ട് ഫ്ലാറ്റിലായിരുന്നപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ആളുകളൊക്കെ വന്ന്, ഞങ്ങളുടെ ഫ്ലാറ്റിലല്ല, താമസിച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ വെള്ളത്തിന് എന്തോ എറണാകുളത്ത് ഇഷ്യൂ വന്നപ്പം ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാട്ടോ സാമിന് ഈ വെള്ളം ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഒരു പേടി. ചില ഫ്ലാറ്റുകളിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ, പക്ഷേ പുതിയ ഫ്ലാറ്റിൽ അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇല്ല കേട്ടോ. പുതിയ ബിൽഡേഴ്സിനൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അയ്യേ, ഞങ്ങളുടെ ടാങ്കിൻ്റെ കോലം കണ്ടോ, സത്യം പറയുക ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. ഒരു 1 ഇയർ 1.5 ഇയർ ആയി നമ്മളങ്ങനെ നോക്കിയിട്ട് ടാങ്ക് നിറച്ചു അഴുക്കായിരുന്നു കേട്ടോ. ഈ വെള്ളമാണോ ഈ ചേച്ചിയും പിള്ളേരും ഈ ചേട്ടനൊക്കെ കുടിക്കുന്നതെന്നൊക്കെ കമൻറ്റൊക്കെ ഉണ്ടാവാം. അതേ ആയിരുന്നു, എന്ത് ചെയ്യാനാണ്. പക്ഷെ നമ്മളിപ്പം ടാങ്കറിലുള്ള വെള്ളം ടാങ്കറിലുള്ള വെള്ളം കൂടി നിറച്ചപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കലങ്ങി. പിന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല. അടുത്ത പരിപാടി എന്തായിരുന്നെന്ന് ഞാൻ പറയാം കേട്ടോ. പക്ഷെ നമുക്ക് വെള്ളം യൂസ് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് പിന്നെയും അടിഞ്ഞു. എന്നിരുന്നാലും നമുക്ക് ടാങ്ക് കഴുകേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. വെള്ളം തീർന്നത് നന്നായി, അതുകൊണ്ട് നമ്മൾ ടാങ്ക് തുറന്ന് നോക്കി. ഇല്ലെങ്കിൽ ടാങ്ക് തുറന്ന് നോക്കില്ല. പിന്നെ ഞങ്ങളുടെ ടാങ്കിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ, നിറച്ചും പൊടിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പുറത്തെ അവരുടെ പണിയുടെയാണ് അത്. കുറേയൊക്കെ ഞങ്ങൾ കളയാറുണ്ട്, അവരൊന്നും ചെയ്തൊന്നും തരത്തൊന്നുമില്ല. നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. ഇന്ന് നമ്മളുടെ ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്യുന്നൊരു ദിവസമാണ് കേട്ടോ. കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മളുടെ ആ ഒരു വെള്ളം കയറ്റി കഴിഞ്ഞപ്പം ആ സമയത്ത് നമ്മളുടെ ടാങ്ക് തുറന്നു നോക്കിയപ്പം സത്യം പറഞ്ഞാൽ ഭയന്നു പോയി അവസ്ഥ കണ്ടപ്പം. അപ്പം അടുത്ത ദിവസം തന്നെ നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യാതെ ആൾക്കാർ വന്നിട്ടുണ്ട്. ക്ലീനിങ് ഓൺ പ്രോഗ്രസ്. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലംബിംഗ് വർക്കും നമ്മുടെ മേളിൽ നടക്കുന്നുണ്ട്. കാരണം നമുക്ക് സോളാറെല്ലാം കഴുകണം. ഇവിടെ നമ്മളെ ഈ പറഞ്ഞതുപോലെ വില്ല നമ്മളെപ്പോഴും വാങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ടാപ്പും കാര്യങ്ങളൊന്നും അവർ വെച്ചിട്ടില്ല. ഇപ്പം മുകളിൽ നമ്മുടെ യൂട്ടിലിറ്റി ഏരിയയിലാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ടൊരു ടാപ്പ് അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് എക്സ്ട്രാ ടാപ്പും കൂടെ വേണം. അപ്പം അതും പിന്നെ അതേപോലെ തന്നെ ഏറ്റവും അപ്സ്റ്റെയറിൽ നമുക്ക് സോളാറിൻ്റെ പാനൽ വാഷ് ചെയ്യണ്ടേ. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് പണി കിട്ടിയത്. അപ്പം അതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലംബർ ചേട്ടന്മാരും വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം 2 പണിയും കൂടെ ഇന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ പണി വർക്ക് ഓൺ പ്രോഗ്രസ് ആണ്. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം നടക്കട്ടെ അല്ലേ. നമ്മളിത് ഈ ടീമിനെയും കൊണ്ട് വന്നിട്ട് നമ്മൾ പിന്നെ പിറ്റേ ദിവസം ടാങ്ക് കഴുകിക്കുകയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല സർവീസായിരുന്നു അവരുടെ. നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ എല്ലാവരും ടാങ്ക് കഴുകുന്ന പോലെ നല്ല ഭംഗി കഴുകി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാങ്കറിലെ വെള്ളം അധികം ഞങ്ങൾ യൂസ് ചെയ്തില്ല. കാരണം നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് അറയ്ക്കുന്നു പിന്നെ നമ്മുടെ കുക്കിംഗ് എല്ലാം നമ്മൾ മെയിൻ കുക്കിങ്ങും പിന്നെ കുടിക്കുന്നതെല്ലാം ഫിൽറ്ററിലാണ്. പക്ഷേ ഇല്ലാതെ നമ്മൾ കുളിക്കുന്നതും പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ കുക്കിങ്ങിനൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ കുടിവെള്ളം മൊത്തം നമ്മൾ ഫിൽറ്റേർഡ് ആയിട്ടുള്ള വെള്ളമാണ് എടുക്കുന്നത്. പക്ഷേ ടാങ്കറിലുള്ള വെള്ളം എടുക്കാൻ പറ്റാതിരുന്നത് ടാങ്കിൻ്റെ ഈ കോലം കണ്ടപ്പം നമുക്ക് എന്തോ പോലെ തോന്നിയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇവർ വന്ന് ക്ലീൻ ചെയ്തപ്പോഴാണ് സമാധാനം ഇത്. ഞാൻ അന്ന് തന്നെ അവരെ വിളിച്ചു, തലേന്ന് തന്നെ അവരെ വിളിച്ചു. പിന്നെ അറിയാവുന്ന ടീമായിരുന്നു, കാക്കനാടുള്ള ടീമാണ്. പിന്നെ നമ്മൾ കിണർ വെള്ളം ഒട്ടും യൂസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടിട്ട് പിന്നെ പ്രശ്നമില്ല. ഈ ടാങ്ക് ഇത് തന്നെയാണ്, നമ്മൾ KW ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ടിട്ടും ഈ പറഞ്ഞതുപോലെ നമ്മളത് വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമാതിരി പ്രശ്നങ്ങൾ വരും. ടാങ്ക് ഒന്ന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇമാതിരി പ്രശ്നങ്ങൾ വരും.
അതുകൊണ്ട് ഇനിയിപ്പം ഒരു ഇയർലി ഇത് ക്ലീൻ ചെയ്യിക്കണം. സംഭവം ഇങ്ങനെയൊക്കെ ഒരു പണി വരുമ്പോഴാണ് നമ്മൾ ടാങ്കെല്ലാം തുറന്ന് നോക്കുന്നതല്ലോ. താഴെ ഇരുന്നിട്ട് പോലും തുറന്ന് നോക്കിയില്ല. മുകളിലത്തെ ടാങ്കിനെക്കാട്ടിലും അഴുക്ക് താഴത്തെ ടാങ്കിലായിരുന്നു. അപ്പോൾ പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്തു, നല്ല ഭംഗിയാക്കി. ഇപ്പോൾ കണ്ട നല്ല കുട്ടപ്പന്മാരൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും. പിന്നെ സന്തോഷമായി. പിന്നെ ഇത് നല്ല രീതിയിൽ വാക്യൂം ചെയ്തു. പിന്നെ മുകളിലത്തെയും ഇതേപോലെ തന്നെ പിള്ളേർ പോയിട്ട് അതും ചെയ്തു. പിന്നെ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നല്ല പണി കിട്ടി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുതായിട്ട് മൈൽഡായിട്ട് എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ആദ്യം ഞങ്ങളിവിടെ വന്ന സമയത്ത് നമുക്ക് കിണറുണ്ടായിരുന്നപ്പം നമുക്ക് അത് ഇവർ തന്നെയായിരുന്നു നമുക്ക് കിണർ ക്ലീൻ ചെയ്ത് ക്ലോറിനേഷനൊക്കെ ചെയ്ത് തന്നത്. അതുകൊണ്ട് നമുക്ക് ഇവരുടെ സർവീസിനെ പറ്റി വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പരിപാടി. ബൈ.